നിറഞ്ഞു നിൽക്കുന്ന ബുഷ് ഓറഞ്ചിൻ്റെ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതാ ഇതിലൊക്കെ ഇവിടെയൊക്കെ പഴങ്ങളാണ്. ഇതിൻ്റെ കണ്ടല്ലേ ഈ കാണുന്നത് വൈറ്റ് ലോങ്ങൻ, നിറയെ കാഴ്ച നിൽക്കുന്ന വൈറ്റ് ലോങ്ങൻ. അതാ വെരിഗേറ്റഡ് സ്ട്രീറ്റ് മുസമ്പിയാണിത്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ കാണലില്ല ഈ സാധനം. നമ്മളെ സ്പെഷ്യൽ ചാമ്പ ഇതൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് കാഴ്ച നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് തായ്ലൻഡിന്റെ വെറൈറ്റി ചാമ്പ തന്നെയാണ്. ജംബോ സിട്ര എന്ന് അറിയും ആളുകൾ, ഞങ്ങളെ ചാമ്പക്കാന്ന് അറിയും. അതായത് പല ടൂമർ ചാമ്പ ഉണ്ട്, പിന്നെ മറ്റുള്ള ചാമ്പകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ പലരും വരുന്നുണ്ട്, വന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മർ ചാമ്പ അതിനെക്കാട്ടും വലിപ്പുണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. ഈ ഉമ്മർ എന്ന് പറഞ്ഞ ആളെന്നെ പറയുന്നുണ്ട്. ഉമ്മർ ചാമ്പനേക്കാൾ വലിപ്പമുണ്ട് ഈ ഒരു മൊയ്തീൻ ചാമ്പ എന്ന് പറയുന്ന സാധനം. അതിനേക്കാൾ വലിപ്പമുണ്ടെന്ന് അതിന്റെ ഉമ്മർക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല വലിപ്പമുണ്ട്. ഇതുണ്ട് ഒരു ഒന്ന് എടുത്തിട്ട് ഇതുണ്ട ഇതിന്റെ വലിപ്പം. അതെ, നല്ല വലിപ്പമുണ്ട് ഈ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെ? നല്ല മധുരമുണ്ട്. അടിപൊളി സാധനമാണ്. കണ്ടില്ല എന്താ ഇതിന്റെ കളർ, എന്താ വൃത്തി, ഒരു കുത്തല പോറല ഒന്നും ഏൽക്കാണ്ട് നിൽക്കുന്നുണ്ട് ഇത്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എല്ലാ സമയത്തും കായ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചാമ്പയ്ക്കുണ്ട്. അതൊക്കെ തന്നെ കണ്ടില്ല, ഇത് ഏത് സമയത്തും കായ്ക്കുന്ന ഒരു ചാമ്പന്റെ തൈയാണ് ഇതല്ലേ, മരമാണിത്. ശ്രദ്ധിക്കേണ്ടത് ഈ 365 ദിവസം കായ്ക്കുന്നത്, എല്ലാ സമയത്തും എല്ലാ സീസണിലും കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ വാങ്ങി നടുക. പിന്നെ മാങ്ങ ഒന്നും എല്ലാ സീസണിലും ഒരു മാങ്ങയും കായ്ക്കൂല, വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ട് പിന്നെ ബാരി 11 എന്ന് പറഞ്ഞത്, ബാരി 11 എന്ന് പറഞ്ഞാൽ 11 മാസം ഒരു മാവുമ്പോലും മാങ്ങ ഉണ്ടാവില്ല. ആ ഗ്യാരണ്ടിയാണ്, കാരണം കാണില്ല എവിടെ ഇല്ല. അപ്പൊ കായ്ക്കുന്ന മാവ് ഏതാണ്? നമുക്കിപ്പോ മാവെല്ലാം കായ്ക്കും, ചിലത് കായ്ക്കൂല. അതേമാതിരി പിന്നെ മല്ലിക എന്ന് പറഞ്ഞ മാവ് എല്ലാ സ്ഥലത്തും കായ്ക്കൂല. നമ്മൾ കുറെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, 6 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട് മല്ലിക മാവ് ചിലതൊന്നും കായ്ക്കൂല എന്നുള്ളത്. അതേ മോഡൽ തന്നെ എല്ലാ മാവും കായ്ക്കും മറ്റുള്ളതൊക്കെ. പക്ഷെ 360 ദിവസം ഒന്നും 11 മാസം 12 മാസം ഒന്നും മാങ്ങ എവിടെ ഉണ്ടാവും. ഓൾ സീസൺ അല്ല, അത് ഉറപ്പാണ്. ഞങ്ങൾ ഇവിടെ എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഓൾ സീസൺ എന്ന് തന്നെ പറയാം. കാരണം ഞാൻ വരുമ്പോ കാണലുണ്ട് കേട്ടോ, സത്യം പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത് കണ്ടിട്ടുണ്ട്, സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇതാണ് ആ സാധനം, ഡൽഹരി ചാമ്പ. ബനാന സപ്പോർട്ടിന്റെ വലിയ കായകളാണിത്. അതിന്റെ വലിയൊരു മരം. ഈ കാണുന്നത് തായ് ജംബോ ആണ്. തായ് ജംബോ സപ്പോർട്ടാണ്. ഏറ്റവും നല്ല മാങ്ങ വൈറ്റ് മൂവാണ്ടെന്നാണ് ഇതിന്റെ പേര്. ഏറ്റവും നല്ല മാങ്ങയാണിത്. ഇത് ഇങ്ങനെ പച്ചയില് കഴിക്കുന്നല്ലോ ഇത്? അല്ല, ഇത് പഴുത്താൽ തന്നെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴുക്കാൻ ടൈം എടുക്കും അത്? വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. അത് നാടൻ മാങ്ങന്റെ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ മുസമ്പി എന്നാണ് അതിന്റെ പേര് അല്ലേ? അതല്ലേ പേര്? ഇന്ത്യൻ മുസമ്പിയാണിത്. അപ്പൊ ഈ സ്പെഷ്യൽ എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഒരു ബോൾ ഷേപ്പിലൊക്കെ കാണുന്നുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായി. ഇതൊരു നമ്മൾ കാണാത്ത രൂപത്തിലുള്ള ഒരു മാങ്ങയാണല്ലോ ഇത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതാണ് റോയൽ SP എന്നും പറയും ആളുകൾ, റോയൽ സ്പെഷ്യൽ എന്നും പറയും. അതാണ് ആന്ധ്രന്റെ മാങ്ങയാണ്. റോയൽ സ്പെഷ്യൽ എന്നും പറയും, പുനാസ എന്നും കൂടി പറയും. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഞാനിപ്പോ ഇന്ന് വന്നിട്ടുള്ളത് തിരുനായ പഞ്ചായത്തിലെ, മലപ്പുറം ജില്ലയിൽ തിരുനായ പഞ്ചായത്തിലെ പട്ടർനടക്കാവ് എന്ന സ്ഥലത്ത് മൊയ്തീൻ ഖാന്റെ ഫാമിലാണ് എത്തിയിട്ടുള്ളത്. ഞാനിവിടെ ഇതിന് മുമ്പ് വന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ വരാനുള്ള കാരണം ഇവിടെ ഒരുപാട് പ്ലാന്റ്സിലൊക്കെ പഴങ്ങള് കാഴ്ച നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനും മറ്റുള്ളവരിൽ എത്തിക്കാനും അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലാന്റിലൊക്കെ എപ്പോഴും പഴങ്ങൾ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അവിടെ വരുമ്പോൾ ഒക്കെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്ങൾ ഇങ്ങനെ കാഴ്ച കാണാൻ പറ്റുന്ന ഒരു രംഗങ്ങൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ കാഴ്ച നിൽക്കുന്ന പഴങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതിന് നമുക്കൊന്ന് ഇവിടുത്തെ മൊയ്തീൻകാട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഞാനിത് അവിടെ നമ്മളെ മൊയ്തീൻകാരുമായിട്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഇന്നത്തെ? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു കുറച്ച് ഫ്രൂട്ട്സുകൾ കായ്ച്ചത് ഇതിന്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ പറയണതല്ലല്ലോ ശരി, പ്രേക്ഷകര് പറയണം, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയണം. നിങ്ങൾക്ക് എന്താ തോന്നിയത് അത് നീ കാണിച്ചു കൊടുക്കുക. അതെ, ഞാനിവിടെ എപ്പോഴും കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ നല്ല പഴങ്ങൾ കാഴ്ച നിൽക്കുന്നത് കാണാം. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോസ്, അതായത് നമുക്ക് ജനങ്ങൾക്ക്, നമ്മളെ പ്രേക്ഷകർക്ക് ആ വീഡിയോസ് ഒന്ന് കാണിക്കുക എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഇത്രയും ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പഴങ്ങൾ കാഴ്ച നിൽക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇവിടെ കാഴ്ച നിൽക്കുന്നത് ചാമ്പ. ഇപ്പൊ നമ്മളെ സ്പെഷ്യൽ ചാമ്പ ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് കാഴ്ച നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചാമ്പ ഏതാണ് മൊയ്തീക? ഇത് തായ്ലൻഡിന്റെ വെറൈറ്റി ചാമ്പ തന്നെയാണ്. ജംബോ സിട്ര എന്ന് അറിയും ആളുകൾ, ഞങ്ങളെ ചാമ്പക്കാന്ന് അറിയും. മൊയ്തീൻ ചാമ്പ എന്ന് പേരിട്ടിട്ടുണ്ട്. ഇത് നല്ല വലിപ്പത്തിലുള്ളത് അല്ലേ? അതായത് പല ടൂമർ ചാമ്പ ഉണ്ട്, പിന്നെ മറ്റുള്ള ചാമ്പകളൊക്കെ ഉണ്ട്.
പക്ഷെ ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ പലരും വരുന്നുണ്ട് വന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മർ ചാമ്പ അതിനെക്കാട്ടും വലിപ്പുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഈ ഉമ്മർ എന്ന് പറഞ്ഞ ആൾ തന്നെ പറയുന്നുണ്ട്. ഉമ്മർ ചാമ്പനേക്കാൾ വലിപ്പമുണ്ട് ഈ ഒരു മൊയ്തീൻ ചാമ്പ എന്ന് പറയുന്ന സാധനം. അതിനേക്കാൾ വലിപ്പമുണ്ടെന്ന് അതിന്റെ ഉമ്മർക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല വലിപ്പമുണ്ട്. ഇതുണ്ട് ഒരു ഒന്ന് എടുത്തിട്ട് ഇതുണ്ട ഇതിന്റെ വലിപ്പം. അതെ, നല്ല വലിപ്പമുണ്ട് ഈ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെ? നല്ല മധുരമുണ്ട്. അടിപൊളി സാധനമാണ്. കണ്ടില്ല എന്താ ഇതിന്റെ കളർ, എന്താ വൃത്തി, ഒരു കുത്തല പോറല ഒന്നും ഏൽക്കാണ്ട് നിൽക്കുന്നുണ്ട് ഇത്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എല്ലാ സമയത്തും കായ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചാമ്പയ്ക്കുണ്ട്. അതൊക്കെ തന്നെ കണ്ടില്ല. ഇത് ഏത് സമയത്തും കായ്ക്കുന്ന ഒരു ചാമ്പന്റെ തൈയാണ് ഇതല്ലേ, മരമാണിത്. ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മേലെ ഈ കവറിൽ കെട്ടി വെച്ചിട്ടുള്ളതൊക്കെ ഈ സാധനമാണ്. പിന്നെ കായ വരുന്നതുണ്ട്. ഇത് ഓൾ സീസൺ ഒരു ടൈപ്പ് അല്ലേ? ഏകദേശം ഓൾ സീസൺ ആണ്. ഇപ്പൊ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ള ചാമ്പിയാണ് കുരുല്ല. അപ്പൊ പിന്നെ ഇതിന്റെ ചെറിയ തൈക്ക് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? സാധനം ഉണ്ടോ? ലെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്റെ ഒരു അഭിപ്രായത്തില് ചെറിയ തൈനേക്കാളും ഏറ്റവും ബെറ്റർ വലിയ തൈകൾ വാങ്ങിക്കൊണ്ടുപോകുന്നതാണ്. ഇവിടെ വരുമ്പൊക്കെ ഞാൻ വരുമ്പൊക്കെ വലിയ കായ്ച്ചിട്ടുള്ള തൈകൾ ഞാൻ അവിടെ കാണുന്നത്. അതിന് കാരണമുണ്ട്. അതിവിടെ പിന്നെ 365 ദിവസം കായ്ക്കുന്ന 22ഓളം വെറൈറ്റി ഫ്രൂട്ട് ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ ആര് വരുമ്പോഴും ഇവിടെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കായ്ച്ചിട്ടുണ്ടാവും. എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവും. സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഒരുവിധ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ 365 ദിവസം കായ്ക്കുന്നത് എല്ലാ സമയത്തും എല്ലാ സീസണിലും കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ വാങ്ങി നടുക. പിന്നെ മാങ്ങ ഒന്നും എല്ലാ സീസണിലും ഒരു മാങ്ങയും കായ്ക്കൂല. വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ട് പിന്നെ ബാരി 11 എന്ന് പറഞ്ഞത്, ബാരി 11 എന്ന് പറഞ്ഞാൽ 11 മാസം ഒരു മാവുമ്പോലും മാങ്ങ ഉണ്ടാവില്ല. ആ ഗ്യാരണ്ടിയാണ്. കാരണം കാണുന്നില്ല എവിടെ ഇല്ല. അപ്പൊ കായ്ക്കുന്ന മാവ് ഏതാണ്? നമുക്കിപ്പോ മാവെല്ലാം കായ്ക്കും, ചിലത് കായ്ക്കൂല. അതേമാതിരി പിന്നെ മല്ലിക എന്ന് പറഞ്ഞ മാവ് എല്ലാ സ്ഥലത്തും കായ്ക്കൂല. നമ്മൾ കുറെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, 6 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട് മല്ലിക മാവ് ചിലതൊന്നും കായ്ക്കൂല എന്നുള്ളത്. അതേ മോഡൽ തന്നെ എല്ലാ മാവും കായ്ക്കും മറ്റുള്ളതൊക്കെ. പക്ഷെ 365 ദിവസം ഒന്നും 11 മാസം 12 മാസം ഒന്നും മാങ്ങ എവിടെ ഉണ്ടാവും. ഓൾ സീസൺ അല്ല, അത് ഉറപ്പാണ്. ഞങ്ങൾ ഇവിടെ എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഓൾ സീസൺ എന്ന് തന്നെ പറയാം. കാരണം ഞാൻ വരുമ്പോ കാണലുണ്ട് കേട്ടോ, സത്യം പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത് കണ്ടിട്ടുണ്ട്. സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഈ ചാമ്പക്കേനെ എടുക്കുന്നത്. അതെ. അപ്പൊ നിങ്ങൾ ചാമ്പ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഒന്ന് വീഡിയോ എടുക്കാനും ഒന്ന് കാണിക്കാനും ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുമല്ല മറ്റു ചാമ്പക്കകളിൽ ഇപ്പൊ 5ഓളം വെറൈറ്റി ചാമ്പക്ക നല്ല മധുരമുള്ള ചാമ്പക്ക ആണ്. അത് ഏതൊക്കെയാണ് ചാമ്പക്ക? ഇവിടെ ഗ്രീൻ ചാമ്പ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ സാധനം അല്ലേ? നമുക്ക് അതൊന്ന് കണ്ടാലോ? അതിപ്പോ കായ് വരുന്നുള്ളൂ. പിന്നെ ദല്ലേരി ഉണ്ട്, കായ്ച്ചിട്ടുണ്ട്. കായ് വരുന്നുണ്ട്. നമുക്ക് കായ്ച്ചതൊന്ന് കാണാം. ഓക്കെ, ഇതാണ് ആ സാധനം, ഡൽഹരി ചാമ്പ. ഇതിപ്പോ ആയി വരുന്നുള്ളൂ. സംഭവം കായായിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ള കായായി വരുന്നുള്ളൂ. പഴുക്കാനാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ചാമ്പകളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ കഴിച്ചിട്ടുള്ളത് കൊണ്ടിട്ട് പറയാണ്. നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ. ഈ ചാമ്പകളൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ വലിയ പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മൊയ്തീൻ ഖാന്റെ ഈ ഫാമിൽ തന്നെ വരിക. പട്ടണക്കാവാണ്, മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിലാണ്. ഇതെല്ലാം ഡൽഹരി തന്നെയാണ് ഈ കാണുന്നതൊക്കെ. വലിയ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ കാഴ്ചകളാണ്, കൂട്ടുകളാണ് സാധനങ്ങളൊക്കെ. ഈ കാണുന്നതൊക്കെ അതാണ്. ക്ഷമിക്കണം കേട്ടോ, ഇവിടെ വേറെ ഐറ്റംസ് ഉണ്ട്. അതിന്റെ ശബ്ദമായി കേൾക്കുന്ന കോഴികളുണ്ട്. പ്രാവുകളൊക്കെ ഉണ്ട് ഇവിടെ. കോഴി ഒച്ച ഉണ്ടാക്കുന്ന കേട്ടോ. സോറി, കേൾക്കുന്ന ആൾക്കാരൊന്നും ക്ഷമിക്കുക. ഏറ്റവും നല്ല മാങ്ങ വൈറ്റ് മൂവാണ്ടെന്നാണ് അതിന്റെ പേര്. ഏറ്റവും നല്ല മാങ്ങയാണിത്. ഇത് ഇങ്ങനെ പച്ചയില് കഴിക്കുന്നല്ലോ? അത് അല്ല, ഇത് പഴുത്താൽ തന്നെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴുക്കാൻ ടൈം എടുക്കും അത്? വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. അത് നാടൻ മാങ്ങന്റെ വലിപ്പം തന്നെ. നാടൻ മാങ്ങന്റെ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ആണ് നാടൻ മാങ്ങ തന്നെയാണിത്. അപ്പൊ ആ ഒരു വലിപ്പത്തിലേ വരുള്ളൂ. എന്തായാലും പഴുത്ത് കഴിഞ്ഞ ടേസ്റ്റ് ഉള്ള സാധനമാണ് അല്ലേ? അല്ല, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ഫാമില് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ, കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലും കാണാൻ സാധിക്കുന്നതാണ്. എപ്പോ വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാഴ്ച നിൽക്കുന്നുണ്ടാവും. അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയില്. ഇത് വൈറ്റ് മൂവാണ്ടൻ. ഇത് വൈറ്റ് മൂവാണ്ടൻ.
വൈറ്റ് മൂവാണ്ടൻ എന്ന് പറഞ്ഞ മാവ്, ആ മാവിന്റെ തൈയാണ് ഈ കാണുന്നത്. നല്ല വണ്ണമുണ്ട് തൈ. നല്ല വണ്ണുള്ള തൈ തന്നെ കണ്ടില്ല. കടവണ്ണൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനം തന്നെയാണ്. ഏകദേശം എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല അത്. അപ്പൊ അത്രയും വണ്ണുള്ളൊരു തൈയാണ് ഈ കാണുന്നത്. വലിയ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫാമുമായിട്ട് ബന്ധപ്പെടുക. നമ്പർ വിളിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ടേസ്റ്റ് ഉള്ള ഒറിജിനൽ സാധനങ്ങളായിരിക്കും ഇവിടെ ഉള്ളത്. വേറൊരു പ്ലാന്റ് ഇതൊക്കെ കാഴ്ച നിൽക്കുന്നത് കാണുന്നില്ലേ? ഇന്ത്യൻ മുസംബി എന്നാണ് അതിന്റെ പേര് അല്ലേ? അതല്ലേ പേര്? ഇന്ത്യൻ മുസംബിയാണിത്. ഇത് എങ്ങനെയാണ്? ഇത് മധുരമാണോ അല്ലെങ്കിൽ വെള്ളം ആക്കി കുടിക്കാൻ പറ്റുന്നതാണോ? ഇത് എങ്ങനെയാണ്? ഇന്ത്യൻ മുസംബി ആണ്. മധുരം ഉണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ല. മൂത്തതിന് ശേഷം പറയാൻ പറ്റും. ശരി. ഇതൊന്നും നോക്കിയിട്ടില്ല അല്ലേ? നോക്കിയിട്ടില്ല. ഇതിന് മൂത്തതിന് ശേഷം ഇത് പറിച്ചിട്ട് എന്താണ് എരുണ്ടാ മധുരം നോക്കാൻ അറിയാൻ പറ്റുള്ളൂ. അതിന്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇനി ഒന്നും കൂടി ആവാനുണ്ട്. അതിന് ശേഷം ഇത് പറ്റുള്ളൂ. അപ്പം ഇത് അതിന്റെ ഒരു വേറൊരു പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാഴ്ച നിൽക്കുന്ന വേറൊരു പ്ലാന്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തായ്പിങ്ക് പേര എന്നറിയപ്പെടുന്ന ഒരു തൈയാണ്. പേര ഇതിൽ കാണുന്നുണ്ടല്ലേ? കാഴ്ച നിൽക്കുന്ന പേരയാണ് കാണുന്നത്. ഇത് ഇതിന്റെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? നല്ല ഒരു 400 ഗ്രാമിന്റെ അടുത്ത് വരെ തൂക്കം വരും. നല്ല ടേസ്റ്റ് ആണ്. കുരു കുറവാണ്. 400 ഗ്രാമോളം തൂക്കം വരും. ടേസ്റ്റ് ഉള്ള സാധനമാണ്. പേരയിൽ നല്ല പേരാന്ന് പറയണത്. എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ച ആൾക്കാരാണ് കഴിച്ചിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. കഴിച്ചിട്ടുള്ള സാധനമാണല്ലോ ഇത്. ഇതിന്റെ വലിയ പ്ലാന്റ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. വലിയ പ്ലാന്റും അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോ നേരത്തെ കണ്ട ചാമ്പന്റെ വേറൊരു ചാമ്പാണിത്. ഉമർ ചാമ്പ എന്നതിന്റെ പേര്. കായ്ച്ചിട്ടില്ല. ഇത് കായ്ക്കാൻ റെഡി ആയി നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഇപ്പൊ ഇത്. അല്ല, ഏകദേശം കായ്ക്കാനായില്ല. ഇത് ആയിട്ടുണ്ട് ഇത് കായ്ക്കാൻ. പക്ഷെ ഇപ്പൊ ഇത് കാഴ്ച കാണുന്നില്ല. ഉമർ ചാമ്പ എന്നതിന്റെ പേര്. ഇതേതാണ്? നാംഡോക്കുമായി മാവ് കാഴ്ച. ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള തൈ. ഇത് ചെറിയ തൈ ഒന്നും പറയാൻ പറ്റില്ല. ഇതിന് ചെറുതില്ല. ഇവിടെ ഇപ്പൊ ഉള്ളത് ചെറുത് ഇതാണ്. ഇത് കടവണ്ണക്കുള്ളതാണല്ലോ. ഇത് ചെറുതെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഒരുപാട് ചെറിയ തൈകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളതിൽ ചെറുത് ഇതാണ്. ആന്ധ്രന്റെ പുനാസ. പിന്നെ വേറൊരു സ്പെഷ്യൽ ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ സ്പെഷ്യൽ എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഒരു ബോൾ ഷേപ്പിലൊക്കെ കാണുന്നുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായി. ഇതൊരു നമ്മൾ കാണാത്ത രൂപത്തിലുള്ള ഒരു മാങ്ങയാണല്ലോ ഇത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതാണ് റോയൽ SP എന്നും പറയും ആളുകൾ. റോയൽ സ്പെഷ്യൽ എന്നും പറയും. അതാണ് ആന്ധ്രന്റെ മാങ്ങയാണ്. റോയൽ സ്പെഷ്യൽ എന്നും പറയും. പുനാസ എന്നും കൂടി പറയും. നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ ആണ്. ഇത് ടേസ്റ്റ് ഉണ്ട്, വലിപ്പമുണ്ട്. ബോൾ ടൈപ്പിലാ വരിക. ഓക്കെ. നിങ്ങൾ ടേസ്റ്റ് എന്ന് പറയാൻ കാരണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ മരം ഉണ്ട്. ഇതിന്റെ കഴിച്ചിട്ടുണ്ട്. ഇതും കഴിച്ച തന്നെയാണ്. ഇതിന്റെ വലിയ മരം 10 വർഷമായത് ഇവിടെ ഉണ്ട്. ഇതിപ്പോ കഴിച്ചിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഇപ്പൊ മോദിക്ക് പറഞ്ഞത്. 2.5 വർഷമായിട്ടുള്ള ഒരു തൈയാണ്. 10 വർഷമായത് 10 വർഷമായതുള്ളത് ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ നമ്മളിപ്പോ ഇനി അടുത്ത് കാണാൻ പോകുന്നതാ ഈ ഒരു ഐറ്റം ആണ്. ഇത് ബനാന സപ്പോട്ട കായ്ച്ചു നിൽക്കുന്ന. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ പ്രത്യേകത. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലാന്റിലൊക്കെ കായ്ച്ചു നിൽക്കുന്ന ഐറ്റംസുകളൊക്കെ കാണാൻ പറ്റുന്നത്. ബനാന സപ്പോർട്ടിന്റെ വലിയ കായകളാണിത്. അതിന്റെ വലിയൊരു മരം കായ്ച്ചു നിൽക്കുന്നതാണ്. പക്ക ഒറിജിനൽ സാധനമായിരിക്കും. ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും ഇത്. ഇതൊക്കെ കായ്ച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഇപ്പൊ എത്ര പ്രായമായി കാണും മൊയ്ക? 2 വർഷം കഴിഞ്ഞതാണ്. അപ്പൊ ഈ സാധനം 2 വർഷം ആകുമ്പോക്കിനൊക്കെ കായ്ച്ചു തുടങ്ങും അല്ലെ? അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ കാണുന്നത്. നിലത്തിട്ടുണ്ട് നല്ലോണം കായ്ക്കും ചെയ്യും. ഇതൊക്കെ അതാണ് സാധനങ്ങള്. സപ്പോർട്ടിങ് ചാമ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് എപ്പോഴും 365 ദിവസം കായ്ക്കുന്നതാണ് മൊയ്തീൻക പറയണത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ പ്ലാന്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. നമ്മളെ മൊയ്തീൻകാരടുത്ത് ലഭ്യമാണ്. എപ്പോഴും സ്റ്റോക്കുള്ള സാധനമാണിത്. ആവശ്യക്കാർക്ക് വേഗം ബന്ധപ്പെടാൻ നമ്മളെ ഈ വീഡിയോയിൽ തന്നെ നമ്പറും കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് ബന്ധപ്പെടുക. കൊണ്ടുപോവാൻ റെഡിയായി വന്നോളെ. ഈ കാണുന്നത് തായ് ജംബോ ആണ്. തായ് ജംബോ സപ്പോർട്ടാണ്. ഇത് കാഴ്ച വരുന്നുള്ളൂ അല്ലേ? ഇവിടെ എല്ലായിടത്തും കായുണ്ട്. ഇതൊക്കെ കായുണ്ട്. കാഴ്ച വരുന്നതാണ്. ഇത് നല്ല ഉഷായ മരം തന്നെയാണ്. അതിന്റെ വലിയ ബുഷായിട്ടുള്ള മരമാണ് ഈ കാണുന്നത്. ഇത് കാഴ്ച വരുന്നതാണ് അതോ വന്നിട്ട് പോയതൊന്നല്ലല്ലോ? ഇത് കാഴ്ച വരാണ്. ചെറിയ വലിയ സപ്പോർട്ടായിരിക്കും. എത്രത്തോളം ഉണ്ടാവും ഇത്? അല്പം
ഇതൊരു 350 ഗ്രാമിന്റെ 350 ഗ്രാമോളം ഉണ്ടാവും. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത്. ഞാൻ അത് കഴിച്ചിട്ടില്ല. ഞാൻ അത് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നല്ല മധുരം ഉണ്ടാവും. നല്ല മധുരമാണ്.